ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇത് ഹംപിയിൽ നിന്ന് 50 കിലോമീറ്റർ മുന്നിൽ നമ്മളൊരു ധാബയിലാണ് ഇന്നലെ സ്റ്റേ ചെയ്തില്ല. ഇന്നലെ ഭക്ഷണം കഴിച്ച അവിടെ തന്നെ അവർ നമുക്കിവിടെ രാത്രി കിടക്കാനായിട്ടുള്ള ചെറിയ സംവിധാനങ്ങളൊക്കെ ചെയ്തു തന്നായിരുന്നു. ഇതാണ് ആ ധാബ. നമ്മുടെ താർ ഇവിടെയാണ് നമ്മൾ ഇന്നലെ കടന്നിരുന്നത്. സലീൽ ഇപ്പോഴും എണ്ണീറ്റിട്ടില്ല, ക്ഷീണം കൊണ്ട് ഉറങ്ങുവാണ്. ധാബയിലെ നല്ല ചൂട് കാപ്പിയോടുകൂടി ഇന്നത്തെ പ്രഭാതം തുടങ്ങുകയാണ്. നമുക്ക് സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. ചെറിയ മേഘങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ക്ലിയർ അല്ല, പക്ഷെ നല്ല സീനറിയാണ് വിടുന്നത്, ചുറ്റും മലകളും. ഹലോ ഇൻ്റർനെറ്റ്, വെൽക്കം ടു മൈ ചാനൽ സീ ദ വേൾഡ് വിത്ത് സലീൽ. നമ്മൾ ഇന്നലെ നിന്ന സ്ഥലം രാത്രി നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഒരു ചായ കുടിച്ചോട്ടെ. ഹംപിക്ക് പോകുന്ന റോഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ധാബയിലാണ് നമ്മൾ ഇന്നലെ ഉറങ്ങിയത്. നമ്മുടെ വണ്ടി ബാക്കിൽ കാണാം. ഇവിടെ ധാബയുടെ കട്ടിലും കാര്യങ്ങളൊക്കെ, ഇങ്ങനത്തെ ഒരു കട്ടിലാണ് നമ്മൾ ഇന്നലെ അകത്ത് കിടന്നത്. ഇപ്പോൾ രാവിലെ ഇവിടെ നിന്ന് ചായ കുടിച്ചൊന്ന് ഫ്രഷായിട്ട് നമുക്ക് യാത്ര തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ നേരെ ഹംപിയിലേക്ക് പോവാം. ഹംപിയിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഉള്ളൂ രാവിലെ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പോകുന്ന വഴിക്ക് വേറെ എവിടെയെങ്കിലും കഴിക്കാം. ഇതുകൂടാതെ ലോറിയിൽ വരുന്നവർക്ക് ഒക്കെ ഇവിടെ കുളിക്കാനുള്ള സൗകര്യം ഇവർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കണ്ട് ഇങ്ങനെ ഒരു ടാങ്ക് കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് കുളിക്കണമെന്നുള്ളവർക്ക് ഇവിടെ സോപ്പൊക്കെ ആയിട്ട് വന്ന് ഇവിടെ നിന്ന് കുളിക്കാം. സൈഡിൽ ചോളത്തിൻ്റെ ഒരു പാടാണ് സൈഡിൽ കാണുന്നത്. ഇത് നമ്മുടെ സലീലിൻ്റെ ചേർത്തലുള്ള ഒരു ഫ്രണ്ട് വിജയ്, കാർ ഡ്രീംസ് അദ്ദേഹത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ്. സമയം ഇല്ലാതുകൊണ്ട് നമുക്ക് ഇതിനെ തുറന്നു നോക്കാൻ പറ്റില്ല. അത് മാത്രമല്ല അതിനുള്ളൊരു മാനസാവസ്ഥയിലും ആയിരുന്നില്ല. എന്തായാലും വെച്ചാൽ തിരക്ക് പിടിച്ച് ഓടുമായിരുന്നു. അതിൽ നിന്ന് തുറന്നു നോക്കാം അദ്ദേഹം എന്താണ് നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. അദ്ദേഹം ഇത് കൂടാതെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷറും തന്നായിരുന്നു. അതും നമുക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്ന ഇതാണ്. നമ്മൾ വാങ്ങണമെന്ന് വിചാരിക്കുന്നതാണ്. ചേർത്തലയിലുള്ളൊരു ഷോപ്പാണ് കാർ ഡ്രീംസ്. അദ്ദേഹത്തിൻ്റെ കാർ അക്സസറീസ് എല്ലാം അവിടെ കിട്ടും. അത്യാവശ്യം ഞാൻ എൻ്റെ ഫസ്റ്റ് വർക്കിലൊക്കെ വാങ്ങിച്ചപ്പോൾ പല സാധനങ്ങളും അവിടെ നിന്നാണ് വാങ്ങിച്ചിരുന്നത്. മാരുതി എസ്റ്റീമായിരുന്നു അന്ന് പുള്ളിക്കാരൻ കുറേ സാധനങ്ങൾ എനിക്ക് അന്ന് എൻ്റെ കാറിൽ ഫിറ്റ് ചെയ്ത് തന്നായിരുന്നു. കാശ് കൊടുത്താട്ടാണ് മേടിച്ചത്. ഇതിപ്പോൾ ഗിഫ്റ്റാണ്. പുറകിൽ വെക്കുന്ന വല്ല മൾട്ടി യൂട്ടിലിറ്റി സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന മൾട്ടി യൂട്ടിലിറ്റി ആയിട്ടുള്ളൊരു ബാഗാണ്. ഇതും ഞങ്ങൾ ശരിക്കും വാങ്ങിക്കണമെന്ന് വെച്ചിരുന്നത്. ഇത് വളരെ പ്രയോജനപ്പെടുന്നൊരെന്നാണ്. പിന്നെന്താ പിന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ. ഇതും രാജസ്ഥാനിലോട്ടൊക്കെ പോകുമ്പോൾ വെയിലുള്ള സ്ഥലത്തൊക്കെ പ്രയോജനപ്പെടുന്നതാണ്. ഇതും അതെ, ഞങ്ങൾ വാങ്ങിക്കണമെന്ന് വെച്ചിരുന്നത് നെക്ക് സപ്പോർട്ടർ. അതായത് നമ്മൾ സീറ്റിൻ്റെ റൈഡൊക്കെ പോകുമ്പോൾ നെക്ക് സപ്പോർട്ടർ വളരെ. പിന്നെ ഒന്നുകൂടി ഉണ്ടല്ലോ, പിന്നെ ഒരു കാർ ചാർജർ, മറ്റേ 12 വോൾട്ടിൻ്റെ. വെരി ഗുഡ്. ഓക്കെ. ആൻഡ് അനദർ വൺ, അതും പ്രയോജനപ്പെടുന്നതാണ്, ഒരു ടിഷ്യൂ ബോക്സ്. അപ്പോൾ താങ്ക് യു വിജയ്. താങ്ക്സ് എ ലോട്ട്. അതുപോലെ തന്നെ ഇതാണ് അദ്ദേഹം തന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ. ഇതും വളരെ പ്രയോജനപ്പെടുന്നതാണ്. Like a light, lighting up in the dark. You make it right, I forgot how to act. It's so classic. Every time you make me nervous and I lose my words. It's been a while since I forgot the most simple words.
low, why it never worked out before. Hello, it would always turn out bad, so bad. നമ്മളിപ്പോൾ ഹംപി എക്സ്പ്രസ് വേ അതുവഴിയാണ് ഇപ്പോൾ വന്നത്. കണ്ട ഈ റോഡ് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അത് കണ്ടപ്പോഴത്തേക്ക് ഒന്ന് നിർത്തിയതാണ്. ഇതാ നോക്ക്, അങ്ങ് ദൂരെ എന്തോ ഒരു ഇൻഡസ്ട്രി ഉണ്ട്, ഒരു ഫാക്ടറി കാണുന്നുണ്ട്, കുറേ മലകൾ അവിടെ കാണാം. കണ്ടോ? പിന്നെ ഇതൊരു ബീച്ച് പോലത്തെ ഒരു പ്രതീതി. നോക്കിയേ, വേവ്സ് വരുന്ന നോക്കിയേ, നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് ഓളം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അതാണ് നമുക്കിനി പോകേണ്ട വഴി. അതാണ് ഇതുവഴി നേരെ പോയാലാണ് ഹംപി എത്തുക. ഏറെക്കുറെ ഇനി ഒരു 25 കിലോമീറ്ററും കൂടി പോകണം. ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ വെള്ളം അടിച്ചടിച്ചടിച്ച് ഇവിടെ മുഴുവനും കരയെ വരെയും വെള്ളം വരുമോ നോക്കിയേ. ചെറിയ കടൽ പോലെ നമുക്ക് ഫീൽ ചെയ്യണം. ഓളം അടിക്കുന്നത് കണ്ട, എൻ്റെ മേത്തൊക്കെ വെള്ളം വീഴുന്നുണ്ട് ഇപ്പം. നമ്മുടെ മഹീന്ദ്ര താർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. We stop in time. We both know how to be gentle, never cross the line. I feel calm when you're around, like nothing can break me. Yeah, yeah. നമ്മളിപ്പോൾ നിൽക്കുന്നത് തുംഗഭദ്ര എന്ന് പറയുന്ന റിവറിൻ്റെ ഒരു തീരത്താണ്. തുംഗഭദ്ര എന്ന് പറയുന്നത് 2 റിവറുകൾ ചേർന്നിട്ടുള്ളതാണ്, തുംഗ ആൻഡ് ഭദ്ര. നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ തുംഗഭദ്ര റിവർ. ഈ തുംഗഭദ്ര റിവർ കർണാടക, ആന്ധ്ര, തെലങ്കാന 3 സ്റ്റേറ്റുകളിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു നടുമുറ്റത്താണ് നിൽക്കുന്നത്. 2 സൈഡിലും 2 ക്ഷേത്രങ്ങളാണുള്ളത്. എന്താ, ഒന്ന് ഇതാണ്, മറ്റൊന്ന് അപ്പുറ സൈഡിൽ കാണാം. എന്താ, ഏതാ? ഒരു എല്ലാം ആനകളും മനുഷ്യന്മാരും കൊണ്ട് നിർമ്മിക്കുന്നതല്ലേ. ആ കാലത്തെ ഈ സാധനമൊക്കെ ചെയ്യണവരെ സമ്മതിക്കണം.
അതും 1-2 ഗോപുരം പോലുമാണ്. ഇത് എന്താ കെട്ടി വെച്ചിരിക്കണം? എന്താ അല്ലേ? ഒന്നും പറയാനില്ല ഇവിടെ നിന്നിട്ടുള്ള വ്യൂ. Market from that one. So before selling for vegetable market, Sri Hampi, the 3 market, gold and silver market, the vegetable market, then after on beach market, so selling for girls. Before the market. So girls market is they called Achyutaraya temple. So nearby there are beach markets. നമ്മൾ ആ ടെമ്പിളിൻ്റെ അവിടെ നിന്നപ്പോഴത്തേക്ക് ഇതാ വീരുവിനെ പരിചയപ്പെട്ടു. വീരു ഇവിടുത്തെ ലോക്കൽ ഗൈഡാണ്. അപ്പോൾ ഹംപയിൽ വരുന്നവർക്ക് വലിയൊരു ഹെൽപ്ഫുൾ ആയിരിക്കും ഇങ്ങനത്തെ ഗൈഡുകൾ. ഞാനിപ്പോൾ വീരുവിനെ കൂടി കൂട്ടത്തിൽ കൂട്ടി. പക്ഷേ ഞങ്ങളിപ്പോൾ പോകുന്ന വഴി നിങ്ങൾ കണ്ടല്ലോ, വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലമാണ്. അതിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാഷ് പുറയിലുണ്ട്. ഞങ്ങൾ പോകുന്നത് ഒരു വാട്ടർഫാൾസിലേക്കാണ്, നാച്ചുറൽ വാട്ടർഫാൾസ്. വീരു കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ തുങ്കഭദ്രയുടെ തീരത്തുള്ള വാട്ടർഫാൾസാണ്. തുങ്കഭദ്രയെ പറ്റി നമ്മൾ നേരത്തെ ഒരു ഡാം കണ്ടിരുന്നല്ലോ, ഒരു വെള്ളം തെറിച്ച് വീഴുന്നൊക്കെ കണ്ടിരുന്നല്ലോ. അത് ശരിക്കും തുങ്കഭദ്ര ഡാമായിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചൊരു എന്തോ ഒരു റിവർ പോകുന്ന പോലെ എനിക്ക് തോന്നിയത്. പക്ഷേ അതൊരു ഡാമായിരുന്നു. ഈ തുങ്കഭദ്ര വന്ന് ജോയിൻ ചെയ്യുന്നത് അവിടെയാണ്. അത് കഴിഞ്ഞാൽ ഇത് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഒന്ന് തുങ്ക, 2 ഭദ്ര, അങ്ങനെ 2 റിവറായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇതാണ് ഒരു ലോക്കലായിട്ടുള്ള ഒരാളുള്ളതുകൊണ്ടുള്ള ഗുണം. അങ്ങനെയൊക്കെയാണ്. നമുക്ക് ഒറ്റയ്ക്ക് വന്നിരുന്നെങ്കിൽ ഒരിക്കലും നമ്മളിവിടെ എത്താൻ പോകുന്നില്ല. കാരണം ഇതൊക്കെ ഉള്ളിലോട്ട് കയറിയിട്ടുള്ള സ്ഥലങ്ങളല്ലേ, നമുക്ക് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് തരില്ല. എന്തായാലും ഈ പുള്ളി നമ്മളിങ്ങനെ ഒരു ഉള്ളിലേക്ക് കയറിയിട്ടുള്ളൊരു സ്ഥലം നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ഇവിടെ ടെൻ്റ് അടിക്കുക എന്നുള്ളൊരു പ്ലാനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് വീരു പറയണത് ഇവിടെ താമസിക്കാൻ പറ്റില്ല, വേറൊന്നും കൊണ്ടല്ല, ഇവിടെ രാത്രി കരടി ഇറങ്ങുമെന്നാണ് പറയണത്. കരടി ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാമല്ല, വിവരം അറിയും നമ്മൾ. അതുകൊണ്ട് ടെൻ്റ് അടിയൊന്നും നടക്കത്തില്ല. നമുക്കിനി അടുത്ത ഓപ്ഷൻ നോക്കാം. നേരത്തെ പ്ലാൻ ചെയ്ത് നേരത്തെ പറഞ്ഞിട്ടൊക്കെ വരുവാണെങ്കിൽ അവരിവിടെ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് ടെൻ്റ് അടിക്കാനുള്ള ഫെസിലിറ്റി ചെയ്ത് തരാം. അപ്പോൾ അവർ 1-2 പേരുണ്ടാവും ഒരു സേഫായിട്ട്. അപ്പോൾ ക്യാമ്പ് ഫയർ ഒക്കെ ഇടുവാണെങ്കിൽ ഈ തീ കണ്ട കരടി വരില്ല, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ ഇതിപ്പം പറ്റത്തില്ല, നമുക്ക് ടൈമും ഇല്ലല്ലോ. അപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്ത് പുള്ളിയെ വിളിക്കുവാണെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ മേളിൽ 2 സ്ഥലത്തായിട്ട് എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാനുള്ള ഫെസിലിറ്റി പുള്ളി അറേഞ്ച് ചെയ്ത് തരാമെന്നാണ്. ശരി.
ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളത്തിൻ്റെ പവർ. നോക്കിയേ, എല്ലാ കല്ലിലുമുള്ള ഷേപ്പുകൾ നോക്കിയേ. ദാറ്റ്സ് ദ പവർ ഓഫ് വാട്ടർ. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ ഇത്രയും വെള്ളത്തിന് ഈ പാറകൾക്ക് ഇത്രയും ഒരു ഷേപ്പ് കൊടുക്കാൻ പറ്റുമെന്ന്? ഇത് 1-2 ദിവസങ്ങൾ കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളല്ല, ഇത് വർഷങ്ങൾ കൊണ്ടാണ് ഈ പാറകളൊക്കെ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം ഹൈറ്റിൽ ഇവിടുത്തെ വെള്ളം വരും എന്നുള്ളത് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നോക്കുക, ഈ സ്ഥലം ഒരു മനുഷ്യനും ഇല്ല ഇവിടെ. Cardamom. This is first quality. First quality cardamom. First quality cardamom. Oh. So, As a token of appreciation, as token of appreciation, we are giving one the cardamom kit to our guide, Good friend. Viru, good friend. I got a good friend in Hampi. And നമ്മളെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേരളത്തിനെയാണ്. കേരളം എന്ന് പറയുമ്പോഴത്തേക്ക് സ്പൈസസിൻ്റെ നാടാണ്. അപ്പോൾ നമ്മുടെ സ്പൈസസ് എല്ലായിടത്തും എത്തിക്കുക അങ്ങനെയുള്ള ഉദ്ദേശമുണ്ട്. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവർക്ക് ഇതൊരു നമ്മളുടെ ഒരു സന്തോഷം എന്ന രീതിയിൽ നമ്മൾ കൊടുക്കുകയാണ്. okay, Viru, all the best. Take care. Keep in touch. Bye. Okay, Viru. Okay, Viru. I'll see you from here. Tell him your friends. Okay, sir. So now I will step. Okay, all the best. Take care. Do follow our channel. Okay, sir. I'll make it. Okay, bye.